അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നമ്മൾ 16 ബഹറുകൾ പഠിച്ചിട്ടുണ്ട്. 16 ബഹറുകളിലുള്ള വ്യത്യസ്തങ്ങളായ കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അശ്ശഉറുൽ ഹുർ സ്വതന്ത്ര കവിതയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സ്വതന്ത്ര കവിത 1940കളിലാണ് അറബി ഭാഷയിലെ ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര കവിത നിലവിൽ വരുന്നത്. ആദ്യം ആരാണ് അറബിയിൽ ഇങ്ങനെ ഒരു സ്വതന്ത്ര കവിത എഴുതിയത് എന്നതിൽ ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും 1947 ഇറാഖി കവയിത്രിയായ നാസിക്കുൽ മലായിക്കയാണ് ആദ്യത്തെ സ്വതന്ത്ര കവിത അറബിയിൽ എഴുതിയത് എന്നാണ് പ്രബലാഭിപ്രായം. അതല്ല ബദർ ഷാക്ർ സയ്യാബ് ആണ് ആദ്യത്തെ എഴുതിയത്, അല്ല അബ്ദുൽ വഹാബുൽ ബയ്യാത്തി, ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം അവർ ചർച്ച ചെയ്യുന്നത് നാസിക്കുൽ മലായിക്കയുടെ അൽ കോളീറ എന്ന് പറയുന്ന സ്വതന്ത്ര കവിതയെ കുറിച്ചാണ്. നാസിക്കുൽ മലായിക്ക 2007 മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വതന്ത്ര കവിത എന്ന് പറയുമ്പോൾ സാധാരണ കവിതയെക്കാള് സിമ്പിൾ ആണോ അതോ ടൈറ്റ് ആണോ എന്ന വിഷയം നോക്കി. നിങ്ങളുടെ കിതാബിൽ തന്നെ നാസിക്കുൽ മലായിക്ക പറഞ്ഞത് നോക്കണ്ട, ഒന്നാമത്തെ പാരഗ്രാഫിന് അവസാനത്തിൽ പറയുന്നുണ്ട്, ഒമിൻ ഖിലാലി തജ്രിബതിഹ അത്വീല ബയ്യനത് അന്ന അശ്ശഅറ അൽഹുറ അസ്അബു മിൻ ശഅരി അശ്ശത്രൈനി. കണ്ട, നമ്മൾ മുമ്പ് പഠിച്ച ശഅറു അശ്ശത്രൈനി ഉണ്ട്, അതിനേക്കാളും ഏറ്റവും പ്രയാസമാണ് സ്വതന്ത്ര കവിത എഴുതുക എന്നാണ് നാസിക്കുൽ മലായിക്കയുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. ഇതിന് കൃത്യമായ ട്യൂണുകളുണ്ട്, തഫ്ഇലകളുണ്ട്. പക്ഷെ ഒരു വരിയിൽ എത്ര തഫ്ഇലത്ത് വരാൻ പറ്റും എന്നതിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. 12 തഫ്ഇലത്തുകൾ വരെ ചില വരികളിലൊക്കെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇതിൽ റവിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ കവിതയിൽ റവി ഉണ്ടാകും, ഇതിൽ റവിയെ പ്രത്യേകിച്ച് റവിയൊന്നും ഉണ്ടാവില്ല. ആ ഖസീദയിലെ മുഴുവൻ ബൈത്തുകളിലും ഒരു കൃത്യമായ റവി വേണം എന്നതില്ല. ഓക്കെ, നമ്മൾ കോളിറ എന്ന കവിതയെ കുറിച്ചാണ്. ഈജിപ്തില് പടർന്നിരുന്ന 1940കളിലെ ഈജിപ്തില് പടർന്നു പന്തലിച്ച കോളറയെ കുറിച്ച് എഴുതിയ കവിതയാണിത്. സകനല്ലൈലു, രാത്രി നിശബ്ദമായി. അസ്ഇല വഖഇ സ്വദൽ അന്നാത്തി, തേങ്ങലുകളുടെ എക്കോയുടെ ആ ഒരു സംഭവിക്കുന്നതിലേക്ക്. ശരിക്കും വഖ എന്ന് പറഞ്ഞാൽ മ്യൂസിക് എന്നൊക്കെ അർത്ഥമുണ്ട്. അസ്ഇ എന്ന് പറഞ്ഞാൽ നീ ശ്രദ്ധിക്കുക. അസ്ഇ, നീ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇല വഖഇ സ്വദൽ അന്നാത്ത്, തേങ്ങലുകളുടെ ആ എക്കോയുടെ ആ ട്യൂണിലേക്ക് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. എപ്പോഴാണിത്? ഫീ ഉംഖിൽ ളൽമ, ഇരുട്ടിന്റെ അഗാധതയിൽ. തഹ്ത സ്വംതി, ഭയങ്കര നിശബ്ദമായ ഒരു സമയത്ത്. എന്താണ് തേങ്ങലുകൾ? ആരുടെ മേലിലാണ്? അലൽ അംവാത്ത്, അല്ലെ? കോളർ ഒരുപാട് ആളുകളെ കൊന്ന് മരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട ആളുകളുടെ മേലില് ഇങ്ങനെ തേങ്ങലുകളുടെ ശബ്ദമാണ്. സറഹാത്തുൻ തഅലു, തേങ്ങലുകൾ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. തൽതരിബു, അതിങ്ങനെ ഇൽത്തിറാബായി കൊണ്ടിരിക്കുന്നുണ്ട്. ഹുസ്നൻ യതദഫഖു യൽതഹിബു, ഹുസ്നൻ, എല്ലായിടത്തും ദുഃഖമാണ്. യതദഫഖു, ചൊരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ദുഃഖമാണ്. യൽതഹിബു, ചിലയിടത്തൊക്കെ ആളി കത്തുന്നുണ്ട്. യതഅസ്സറു ഫീഹി സ്വദൽ ആഹാത്ത്, തേങ്ങലുകളുടെ ആ എക്കോയുടെ ശബ്ദം അത് തഅസ്സുറാകുന്നുണ്ട്. തഅസ്സുറാവുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിങ്ങനെ വേർഡുകൾ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല, അതാണ് തഅസ്സറ എന്ന് പറയും. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ട്. ഫീ കുല്ലി ഫുആദിൻ ഗലയാനു ഫിൽ കൂഖി സാകിനി അഹ്സാനു. ഫീ കുല്ലി ഫുആദ്, എല്ലാ ഹൃദയത്തിലും ഗലയാനു, ഒരു തിളക്കലുണ്ട്. തിളക്കൽ, വെള്ളം തിളക്കുന്നതിനെ പറ്റിയാണ് ഗലയാന് പറയാ. എല്ലായിടത്തും ഒരു കാളലാണ്. ഫിൽ കൂഖി സാകിനി, നിശബ്ദമായ ആ കൂഹിലുണ്ട്. എന്താ കൂഹ് എന്ന് പറഞ്ഞാൽ? കുടില്. അതിലുണ്ട് അഹ്സാനു, അതിലും ദുഃഖമാണ്. ഫീ കുല്ലി മകാനിൻ, എല്ലാ സ്ഥലത്തും ഉണ്ട്. റൂഹൻ, ചില റൂഹുകളുണ്ട്. പക്ഷെ അത് തസ്റഹു ഫിൽ ദുലമാത്ത്, രാത്രി ഇരുട്ടില് അതിങ്ങനെ ആർത്തട്ടഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫീ കുല്ലി മകാനിൻ യബ്കി സൗത്ത്,
എല്ലാ സ്ഥലങ്ങളിലും ശബ്ദം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ശബ്ദം? മൗത്ത്, ഈ ചെയ്തു കൂട്ടിയതൊക്കെ മരണം പിച്ചു ചീന്തിയതാണ്. അൽ മൗത്തു അൽ മൗത്തു അൽ മൗത്ത് യാ ഹുസ്നൻ നീൽ സ്വാരിഖി മിമ്മാ ഫഅലൽ മൗത്ത് യാ ഹുസ്നൻ നീൽ, നൈൽ നദിയുടെ ദുഃഖമേ, അസ്വാരിഖി അതിങ്ങനെ അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മിമ്മാ ഫഅലൽ മൗത്ത്, മരണം ചെയ്തു കൂട്ടിയതിൽ നിന്നും. അങ്ങനെ ത്വലഅൽ ഫജ്റു, രാവിലെ പ്രഭാതമായി. അസ്ഗി, അപ്പൊ നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ഇലാ വഖഇ ഖുതൽ മാഷീൻ, നടന്നു പോകുന്ന ചില ആളുകളുടെ ചവിട്ടടി പാദങ്ങളുടെ ശബ്ദത്തിലേക്ക് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഫീ സ്വംതിൽ ഫജ്ർ, ആ പ്രഭാതത്തിന്റെ നിശബ്ദതയിൽ. അസ്വിഖ്, നീ ശ്രദ്ധിച്ചു കേൾക്ക്. അസ്വാഖ എന്ന് പറഞ്ഞാലും അസ്വാഖ എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രദ്ധിച്ചു കേൾക്കുക എന്നാണ്. അപ്പൊ പിന്നെ പ്രഭാതത്തിന്റെ നിശബ്ദതയിൽ അസ്വിഖ്, നീ ശ്രദ്ധിച്ചു കേൾക്ക്. ഒന്നൂർ റക്ബൽ ബാക്കീൻ, കരയുന്നവരുടെ കൂട്ടത്തിലേക്ക് നീ ഒന്ന് നോക്ക്. എന്താ സംഭവം? അശ്റത്തംവാത്ത്, 10ഓളം മയ്യത്തുകളുണ്ട്. 10 ഇശ്റൂന, 20ഓളം മയ്യത്തുകളുണ്ട്. ലാ തുഹ്സി, എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല. അസ്വിഖ് ലിൽ ബാക്കീൻ, അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ഇസ്മാ സൗതത്ത് ഫിൽ മിസ്കീൻ, ആ മിസ്കീനായ കുട്ടിയുടെ ശബ്ദത്തെ നീ ഒന്ന് കേൾക്ക്. മൗതാ മൗതാ, മരിച്ചു കിടക്കുന്നവരാണ്. അല്ലോ, അല്ലാതൊരു എണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര ആളുകൾ മരിച്ചുപോയി. മൗത്ത മൗത്ത, എല്ലായിടത്തും മയ്യത്തുകളാണ്. ലം യബ്ഖാദ്, ഇനി നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഇല്ല, എല്ലാവരും മരിക്കുകയാണ്. ഈ കുല്ലമക്കാനിൻ, എല്ലാ സ്ഥലത്തും ഉണ്ട്. ജസദിന്, ഒരു ശരീരമുണ്ട്. എന്തുബുഹു, ആ ശരീരത്തിന് വേണ്ടി വിലപിക്കുന്നു. മഹ്സൂൻ, ആ പിന്നെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ആളുകൾ, ദുഃഖിക്കുന്ന ആളുകൾ. ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആളുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ബാക്കിക്കാരിങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ലാ ലഹ്ലത ഇഖ്ലാദ്, ശാശ്വതത്തിന്റെ നിമിഷമല്ല, എല്ലാവരും മരിക്കാൻ പോകാൻ. ലാ സ്വംത, ഒരു നിശബ്ദതയുമില്ല. ഹാദാ മാ ഫഅലത് കഫുൽ മൗത്ത്, മരണത്തിന്റെ കൈ ചെയ്തു കൂട്ടിയതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അൽ മൗത്തു അൽ മൗത്തു അൽ മൗത്ത്, മരണം മരണം മരണം. തഷ്കുൽ ബശരിയ, മനുഷ്യൻ ഇങ്ങനെ വിലപിക്കുകയാണ്, പരാതിപ്പെടുകയാണ്. തഷ്കു, എന്താ പരാതിപ്പെടുന്നത്? മാ യർതകിബുൽ മൗത്ത്, മരണം ചെയ്തു കൂട്ടുന്ന ഒന്ന്. അൽ കോളിറ, കോളറ ഫീ കഹ്ഫിർ റുഅബി മഅൽ അശ്ലാ, കോളറ ഇപ്പൊ നിലവിലെവിടെയുള്ളത്? ഫീ കഹ്ഫിർ റുഅബി, പേടിയുടെ ഗുഹയിലാണ്. മഅൽ അശ്ലാ, അവിടെ ഒരുപാട് അവശിഷ്ടങ്ങളുണ്ട്, അവയുടെ കൂടെയാണ്. ഫീ സ്വംതിൽ അബദിൽ ഖാസി, ആ കഠിനമായ പിന്നെ അഗാധമായ ആ നിശബ്ദതയിലാണുള്ളത്. ആര്? കോളറ. ഹൈസുൽ മൗത്തു ദവാ, എന്താ ഇനി ഒരിക്കലും നിലനിൽപ്പില്ല. ഹൈസുൽ മൗത്തു, മരണമാണ്. ദവാ, എല്ലാറ്റിനുമുള്ള മരുന്ന് ഇനി മരണം മാത്രമാണ്, വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇസ്തൈഖദ കോളിറ, കോളറ എന്ന് പറയുന്ന രോഗം ഉണർന്നെണീറ്റിരിക്കുന്നു. ഹെഖ്ദൻ, വളരെ ഹിക്കുതോടുകൂടെ. എന്താ ഹിക്കുദ് എന്ന് പറഞ്ഞാൽ അർത്ഥം? പറഞ്ഞാൽ പകയോടുകൂടെയാണ് കോളറ രാവിലെ എണീറ്റിരിക്കുന്നത്. യതദഫഖു, അത് തള്ളി നീക്കുന്നു. മൗത്തൂറ, മൗത്തൂർ എന്ന് പറഞ്ഞാൽ അർത്ഥം കൊല്ലപ്പെട്ട. നമ്മളെ ഒരാൾ കൊല്ലപ്പെട്ടു, ആ കൊല്ലപ്പെട്ട ആൾക്ക് പകരമായിട്ട് പ്രതികാരം എടുക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാളെ പറ്റിയാണ് മൗത്തൂർ എന്ന് പറയാം. അപ്പൊ ഈ മരണം, ഈ കോളറ രാവിലെ എണീറ്റിട്ട് എന്താ പറയുക, പകയോടുകൂടെ ഇങ്ങനെ മൗത്തൂരിങ്ങളെ ആളുകൾ തള്ളുകയാണ്. അങ്ങനെ ഹബത്തൽ വാദി, അതിങ്ങനെ വാദിയെ തായ്വരയിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരികയാണ് കോളറ. എങ്ങനെ? തൽ മരിഹ, നല്ല മരിഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും അഹങ്കരിക്കുന്ന എന്നാണ്, വളരെ സന്തോഷകരമായ അർത്ഥം. അൽ വല്ലാ, നല്ല വെണ്മയുള്ള ആ തായ്വരയിലൂടെ ഇങ്ങനെ കോളറ ഇറങ്ങി വന്നിട്ട് യസ്റഹു മുൽതരിബ മജ്നൂന, അട്ടഹസിക്കാണ്. മുൽത്തരിബൻ, ഉൽത്തറാബോടുകൂടെ. മജ്നൂനൻ, ഭ്രാന്ത് പിടിച്ചവനായിട്ട് അട്ടഹസിക്കാണ്. ലായസ്മു സൗത്തൽ ബാക്കീന, അവിടെ ഒരുപാട് ആളുകൾ കോളറ കാരണം മരിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി കരയുന്നവരുണ്ട്. പക്ഷെ ആ കരയുന്നവരുടെ വിലാപത്തെ കോളറ കേട്ടുകൊടുക്കുന്നില്ല. ഫീ കുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തും. ഖല്ലഫ, പിറകെ വെച്ചിരിക്കുന്നു. മിഖ്ലബുഹു, അതിന്റെ രാക്ഷസ കൈകൾ. അസ്ദാ, ചില കരച്ചിലിന്റെ എക്കോകളെയാണ് പിറകെ വെച്ചിരിക്കുന്നത്. അത് പോയിട്ട് ഓരോരുത്തരെന്താണ് കൊല്ലുകയാണ്. അതിന്റെ കൈകൾ കൊന്നിട്ട് ബാക്കി അവിടെ ബാക്കിൽ നിന്ന് കേൾക്കുന്നത് എന്താണ്? ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ അവർക്ക് വേണ്ടി പിന്നെ കരയുന്ന തേങ്ങലുകളാണ്. ഈ കൂഹിൽ ഫല്ലാഹ,
എവിടൊക്കെ? ഫികൂഹിൽ ഫല്ലാഹ, കർഷകരുടെ കുടിലില്, ഫിൽ ബൈത്ത്, വീടുകളില്, ലാശേ, അവിടെ ഒന്നുമില്ല, സിവാ സ്വറഹാത്തിൽ മൗത്ത്, മരണത്തിന്റെ പിന്നെ സ്വറഹാത്ത്, അട്ടഹാസങ്ങളല്ലാതെ, അൽ മൗത്ത് അൽ മൗത്ത് അൽ മൗത്ത് ഫി ഷഖ്സിൽ കോളിറ അൽ ഖാസി, കഠിനമായ കോളറുടെ രൂപത്തിൽ, യന്തഖിമുൽ മൗത്ത്, മരണം ഇതാ പ്രതികാരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അസംതു മരീർ, നിശബ്ദത കൈപ്പേറിയതാണ്. ലാ ശൈഅ സിവാ റജ്ഇ തക്ബീർ, തക്ബീറിന്റെ അലയൊലിയല്ലാതെ, അതിന്റെ ആവർത്തനത്തിന്റെ ശബ്ദമല്ലാതെ ഒന്നും കേൾക്കുന്നില്ല. ഹത്താ ഹഫാറുൽ ഖബ്രി സവാ, ഖബർ കുഴിക്കുന്ന ആള് പോലും സവ എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നർത്ഥം. ലം യബ്ക നസീർ, ഒരു സഹായവുമില്ല. അൽ ജാമിഉ മാത മുഅദ്ദിനുഹു അൽ മയ്യിത്ത് മൻ സയുഅബ്ബിനുഹു, പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന ആള് മരിച്ചുപോയി, മരിച്ചു കിടക്കുന്ന ആൾക്ക് മൻസയു അബ്ബിൻഹു, ആരാണ് ആ മയ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്തുതികൾ പാടാനുണ്ടാവുക, അനുശോചനം അറിയിക്കാനുണ്ടാവുക? ലം യബ്ക സിവാ നൗഹിൻ വസഫീർ, അട്ടഹാസമല്ലാതെ കരച്ചിലല്ലാതെ ഒന്നുമില്ല. അത്തിഫ്ലു ബിലാ ഉമ്മിൻ വഅബിൻ യബ്കി മിൻ ഖൽബിൻ മുൽതഹിബി, കുട്ടി ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ പിന്നെ കലങ്ങി മറിഞ്ഞ ആളിക്കത്തുന്ന ഹൃദയത്താൽ വിലപിക്കുകയാണ്, കരയുകയാണ്. വഗദൻ, നിസ്സംശയം, ലാ ശക്ക, ലാ ശക്ക ഗദ, നാളെ നിസ്സംശയം, സയൽകഫഹു അദ്ദാഉ ശരീർ, ഈ ഷെറുള്ള അസുഖം അവനെയും വിഴുങ്ങുന്നതാണ്. യാ ശബഹൽ ഹൈലത്തി മാ അബ്ഖൈത്, ഹൈലത്ത് എന്ന് പറഞ്ഞ അർത്ഥം കോളറ എന്ന് തന്നെയാണ്. അപ്പോ യാ ശബഹൽ ഹൈല, കോളറയുടെ രൂപമേ, മാ അബ്ഖൈത, നീ എന്തിനെയാണ് അവശേഷിപ്പിച്ചത്? ലാ ശൈഅ സിവാ അഹ്സാനിൽ മൗത്ത്, മരണത്തിന്റെ ദുഃഖങ്ങളെ അല്ലാതെ നീ ഒന്നിനെയും അവശേഷിപ്പിച്ചിട്ടില്ല. അൽ മൗത്ത് അൽ മൗത്ത് അൽ മൗത്ത്, ഓ മരണമേ, യാ മിസ്ർ, ഈജിപ്ത്, ശുഊരി, എന്റെ ബോധത്തെ, മഅ്സഖഹു, അതിനെ പിച്ചി ചീന്തിയിരിക്കുന്നു, മാ ഫഅലൽ മൗത്ത്, മരണം ചെയ്തു കൂട്ടിയത്. അപ്പൊ ഈജിപ്തിലെ പിന്നെ 1940കളിൽ പടർന്നു പന്തലിച്ച കോളറയെ പറ്റിയുള്ള നാസിക്കുൽ മലായിക്കയുടെ, ഇറാഖി കവിയായ നാസിക്കുൽ മലായിക്കയുടെ വരികളാണ് നമ്മൾ കേട്ടത്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.